Good morning, Namaskaram, Suprabhatam, and today my topic is different. And topic is means that every successful formula has expiry date. ഏതൊരു കാര്യവും നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ there comes a time it would definitely dies on death. ഒന്നുകിൽ അതിന് മരണം സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റിവിറ്റി കുറഞ്ഞു പോകും. Until and unless some kind of a annual once in 5 years, once in 2 years kind of improvements keep on happening in that further. And in mankind, our philosophy of people, classes and products and result, ഇതിനുള്ളിൽ people were given 40% kind of importance, 30% importance went to processes, 20% importance was always given to the products, and be pending if that in these three things are happening in the very idealistic manner, results will bound to come. Results will definitely come, and that's our reason നമ്മൾ എപ്പോഴും റിസൾട്ടിനെ കുറിച്ച് 10% ചർച്ച ചെയ്തിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ചു ഇങ്ങനെ നടക്കും, നല്ലതായിരിക്കും. ബട്ട് ഹാസ് ദ ടൈം പാസ്റ്റ്, പീപ്പിൾ ആർ സെറ്റ് ദെയർ ഓൺ പ്രയോറിറ്റി ഡിഫറൻ്റ്ലി. ഇപ്പോൾ പ്രോസ്പെരിറ്റി ഉണ്ടാകുമ്പോൾ അപ്പോൾ അല്പം നിങ്ങളുടെ തലച്ചോറൊന്ന് ഡിസ്ട്രാക്റ്റ് ആയിത്തീരും. ഇഫ് അറ്റ് ദ റൈറ്റ് ടൈം പീപ്പിൾ ആർ നോട്ട് ഗൈഡഡ് വെൽ, മാൻകൈൻഡിലും അത് നടന്നു. ആൻഡ് ഇൻ മൈ ലാസ്റ്റ് വീഡിയോ ഐ ടോക്ഡ് അബൌട്ട് ദാറ്റ് പ്രോസ്പെരിറ്റിയിൽ ആൾക്കാർ തങ്ങളുടെ ജോലി ചെയ്യാനുള്ള താല്പര്യം അത് നഷ്ടപ്പെടുത്തി. അഥവാ നിങ്ങളൊരു ബാറ്റ്സ്മാനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ബാറ്റ്സ്മാൻ എന്താണ് വേണ്ടത്? വെൻ ഹി കംസ് ടു ബാറ്റ് ഹി വാണ്ട്സ് ടു ഹിറ്റ് ദ ബോൾ ഫോർ എ 6 or 4 ഔട്ട് ഓഫ് ദ ബൗണ്ടറി, ആൻഡ് സംബഡി ഈസ് ബോളിംഗ്, ഹി വാണ്ട്സ് ടു ജസ്റ്റ് ക്രാക്ക് ദ വിക്കറ്റ്. അയാൾക്ക് വിക്കറ്റ് എടുക്കണം. നമ്മുടെ കേസിനുള്ളിൽ നമ്മുടെ ഉള്ളിൽ എന്ത് ഭാവനയായിരുന്നു ഒരു കാലത്ത്? അഥവാ നമ്മൾ മാർക്കറ്റിലേക്ക് പോയാൽ അപ്പോൾ റിസൾട്ട് കൊണ്ടുവരണം, പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു, എന്തെങ്കിലും ചെയ്തിട്ട് വന്നു. ആ ഭാവന വെന്റ് അവേ. ആൻഡ് നാച്ചുറലി ഇപ്പോൾ സമയം മാറുമ്പോൾ കമ്പനികൾ തങ്ങളുടെ ഫിലോസഫി ആൻഡ് പോളിസി ചേഞ്ച് ചെയ്യേണ്ടതാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നൗ ഓൺവേർഡ്സ് അവർ ഫിലോസഫി ഈസ് 25% ഇമ്പോർട്ടൻസ് ഓൺ പീപ്പിൾ, 25% importance to processes, 25% importance to product side, because products are equally important. To need to bring entry barrier products, difficult to make products, where competitors cannot bring their brands easily. കുറച്ചു കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇതിനുള്ളിൽ. ആൻഡ് ഇൻ ദ പാസ്റ്റ് ഇയർ ഡൺ ഇറ്റ്, വി ഹാവ് ഷോൺ അവർ ഇന്റൻഷൻസ്, നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. പിന്നെ ലാസ്റ്റിലുള്ള 25% ശേഷിക്കുന്നത്, അതാണ് റിസൾട്ടിൻ്റെ നമ്മുടെ വിശ്വാസം എന്താണ്? അഥവാ നിങ്ങൾ നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്, നിങ്ങളുടെ പ്രോസസ് നല്ലതാണ്, നിങ്ങളുടെ പ്രോഡക്ട്സ് നല്ലതാണ്, അപ്പോൾ അതിൽ 25 75% ആണ്. അപ്പോൾ റിസൾട്ട് എന്തുകൊണ്ട് വരുന്നില്ല? റിസൾട്ടിന് മുകളിലും നമ്മുടെ എക്സ്പെക്ടേഷൻസ് 25% ആയിരിക്കണം. ഇനി വരുന്ന സമയങ്ങളിൽ ഈ ഫിലോസഫിയിന്മേൽ നമ്മൾ ജോലി ചെയ്യും. നിങ്ങളിൽ നിന്ന് ഈ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. In mankind, last couple of months, we have taken very harsh actions against 2-3 kind of people. അവരുടെ കേസുകളിൽ ഞങ്ങൾ വളരെ ഹാർഷായ ആക്ഷൻസ് എടുത്തു. അത് കറപ്റ്റ് ആയിരുന്നവരാണ്, അവർ ഇൻഇഫക്റ്റീവ് ആയിരുന്നു. കാരണം കറപ്റ്റും പിന്നെ ഇൻഇഫക്റ്റീവും ഒരേപോലെയാണ് കാണുന്നത്. അതിന്റെ റീസൺ ബേസിക്കലി എന്താണ്? ഇനി അഥവാ നിങ്ങളുടെ ഏരിയയിൽ ആസ് എ മാനേജർ കറപ്ഷൻ നടന്നാൽ, ഇൻഫിൽട്രേഷൻ നടക്കുന്നു, എന്തെങ്കിലും പ്രശ്നം നടന്നാൽ, ഒന്നുകിൽ നിങ്ങൾ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങൾ പറയുകയാണ് ഞാൻ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് അല്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഇൻഇഫക്റ്റീവാണ്, നിങ്ങൾ വിഡ്ഢിയാണ്, നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. അഗെയിൻസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ വി ഹാവ് ടേക്കൺ ഹാർഷിയസ്റ്റ് ആക്ഷൻസ്. കാരണം അഥവാ നമ്മൾ ഒരുപാട് വർഷങ്ങളുടെ, അതായത് തെറ്റായ കാര്യം നടന്നാൽ അതിൻ്റെ ഡീപ്പ് ക്ലീനിങ് ചെയ്തില്ല എങ്കിൽ, അത് ഡിസ്മാൻഡിൽ ചെയ്തില്ലെങ്കിൽ, will not shock the people, will not just destroy their own kind of old philosophy. അപ്പോൾ ഇങ്ങനെ ജോലി നടക്കൂ, ഇങ്ങനെയാണ് എല്ലാം പോകുന്നത്, പഴയ രീതിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. where company has progressed many notches up. ആൾക്കാർ പഴയ ലോകത്ത് തന്നെ ജീവിച്ചാൽ, ഇല്ല സാർ എനിക്കിതും വേണം, എനിക്കതും വേണം, എനിക്കെല്ലാം വേണം, എനിക്ക് ആ ഗ്രോത്തിന്റെ മുകളിലും വേണ്ടതാണ് മെഡൽ, ഇൻസെന്റീവ് എല്ലാം വേണം, പിന്നെ ഞാൻ 2-3 മണിക്കൂർ ഫീൽഡിൽ ജോലി ചെയ്യുകയുള്ളൂ, എനിക്ക് ഇക്കാര്യത്തിൽ ജോലി ചെയ്യേണ്ടതില്ല. ആൻഡ് പീപ്പിൾ ക്രിയേറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡയലോഗ്സ്. സാർ ഞാൻ വളരെ ഇൻസെക്യൂറായി ഫീൽ ചെയ്യുന്നു, ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും മാൻകൈൻഡിലില്ല.
എന്ത് കാര്യമാണ് ഇല്ലാത്തത്? മാൻകൈൻഡ് വാസ് ഓൾവേസ് വെരി വെരി അഗ്രസീവ് കമ്പനി. അപ്പോൾ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ ആക്ഷൻ ഇതിനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് മാൻകൈൻഡ് ഷുഡ് റിയലി ഹാവ് ഗ്രേറ്റ് കരിയർ ഇൻ മാൻകൈൻഡ്. ഏതൊരു കമ്പനിക്കും DNA ഉണ്ടാകും. നമ്മുടെ DNA ആണ് ദാറ്റ് വി ആർ പീപ്പിൾ സെൻട്രിക്. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ കറക്ഷൻ കൊണ്ടുവരും. ബട്ട് ദാറ്റ് DNA കനോട്ട് ഗോ അവേ. എപ്പോഴും നമ്മുടെ സ്നേഹവും വാത്സല്യവും ആൾക്കാരോട് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും കുറയുകയില്ല. ഇന്നത്തെ കാലത്ത് ദ കൈൻഡ് ഓഫ് പേസ്, ദ കൈൻഡ് ഓഫ് രൂപം നിങ്ങളെ കാണിക്കുന്നത്, അത് ഇതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് നീഡ് അതർ. ഓരോ വ്യക്തിയുടെയും ആഗ്രഹം ഇതാണ്. അവർക്ക് റൈസ് ചെയ്യണം, പണം സമ്പാദിക്കണം. സം കൈൻഡ് ഓഫ് എ ഡിസയറബിലിറ്റി ഇസ് ദെയർ. എന്റെ ഡിസയർ ആണ് അവിടെ എത്തണമെന്നുള്ളത്. ഞാൻ ഇത്രയും മുന്നോട്ട് പോകും. എന്നാൽ ഡിസയറിനൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് എന്താ, നിങ്ങൾ ആ കാര്യം ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത്. അഥവാ ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസയേഴ്സിൽ എത്തിച്ചേരാൻ കഴിയില്ല. എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്? ഒരു തേർഡ് ലൈൻ മാനേജർ, അയാളുടെ പക്കൽ 90 ആൾക്കാരുണ്ട്. അയാൾ ഡോക്ടറുടെ ചേംബറിൽ ഇഫക്റ്റീവ് അല്ല. അയാൾ ഏത് ഏരിയയിൽ പോയാലും പോയിട്ട് തിരിച്ചു വന്നാൽ അതിന് ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വന്നു? ഇഫ് യു ആർ ടേക്കൺ എ ഹാർഷ് ആക്ഷൻ ബൈ കട്ടിംഗ് ദെയർ ഏരിയ, ഏതെങ്കിലും കറപ്റ്റ് വ്യക്തി ഉണ്ടെങ്കിൽ അയാളെ അവിടുന്ന് മാറ്റുക. അഥവാ അങ്ങനെ മാറ്റിയെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? വി ഹാവ് റിയലി ക്രിയേറ്റഡ് ക്ലീൻ പാർട്ട് ഫോർ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇത് നമ്മൾ നല്ല കാര്യമാണ് ചെയ്തത്. അഥവാ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഡിസയർ ചെയ്യുന്നത് ഡിസേർവ് ചെയ്താൽ അതിനായി നിങ്ങളെ തന്നെ സബ്സ്റ്റൻസിനെ, ക്വാളിറ്റികളെ എൻഹാൻസ് ചെയ്യണം. പിന്നെ മാൻകൈൻഡിൽ നമ്മളത് എപ്പോഴും പറയാറുണ്ട്, അപ്ഗ്രേഡ് യുവർ സെൽഫ്, മുന്നേറുന്നതിനായി. ഐ ക്യാൻ ഗിവ് എ ഫ്യൂ അഡ്വൈസസ് ഇൻ ദീസ്. ഏറ്റവും വലിയ കാര്യം എന്താണ്? മെനി ന്യൂ മാനേജേഴ്സ് ഓഫ് ആർ ദെയർ. സം പീപ്പിൾ ആർ ജോയിൻഡ് ഔട്ട്സൈഡ് ആസ് വെൽ. ആദ്യ കാര്യം, വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വാട്ട്? സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് യുവർ പാസ്റ്റ് അച്ചീവ്മെന്റ്സ്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു. പാസ്റ്റ് ലോറിയൻസ് വിട്ടുകളയൂ. നിങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുക. ലിമിറ്റിൽ മാത്രം സംസാരിക്കൂ. അതിനുശേഷം മിണ്ടരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെങ്കിലും ചെയ്തു കാണിക്കുക. നിങ്ങൾ പറയുകയാണ് നിങ്ങൾ വലിയ മഹാനാണ്, നിങ്ങൾ ഗ്രേറ്റ് ആണ്, വളരെ നല്ല മാനേജരാണെന്ന്, നിങ്ങൾ വളരെയധികം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ വന്നെല്ലാം ശരിയാക്കാം. ഈ ഡയലോഗ് പറയരുത്. നിങ്ങൾ ഏത് റെസ്പോൺസിബിലിറ്റിക്കാണ് വന്നതെങ്കിലും, നിങ്ങളുടെ പക്കൽ ഏത് ഏരിയ ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾ എക്സാമ്പിൾ എന്ന നിലയിൽ ചെയ്തു കാണിക്കുക. ചെയ്തു കാണിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ഫോളോയിങ് സ്വയം തന്നെ വലുതാകും. ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുകയാണ് പഴയ കമ്പനിയെക്കുറിച്ച്, പഴയ കരിയറിനെക്കുറിച്ച്. ഞാൻ ആ ഏരിയയിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് വാട്ട് യു ആർ ബേസിക്കലി ഡൂയിങ്, യു ആർ ജസ്റ്റ് ഫ്രസ്ട്രേറ്റിംഗ് പീപ്പിൾ, യു ആർ മേക്കിംഗ് പീപ്പിൾ, വീഡിറ്റ്ലിംഗ് പീപ്പിൾ. ചെറുതാക്കുകയാണ്. ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ, നന്നായി ചെയ്തു കാണിക്കൂ. ആൻഡ് പിന്നെ നിങ്ങൾ നന്നായി ചെയ്താൽ നിങ്ങൾക്ക് വില കിട്ടും. അവർക്കറിയാൻ കഴിയും നിങ്ങൾ എന്താണെന്ന്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ രീതി. എപ്പോഴും ഞാൻ ഇരുന്ന് അനലൈസ് ചെയ്യുകയാണ് ഈ കാര്യം. മാൻകൈൻഡിനുള്ളിൽ തെറ്റെന്താണുള്ളത്? വാട്ട് ബേസിക്കലി ഹാസ് ഹാപ്പൻ റോങ് ഇൻ മാൻകൈൻഡ് ദാറ്റ് അവർ എക്സ്പെക്ടേഷൻസ് ആർ നോട്ട് ബീയിങ് നോട്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ മുന്നിൽ വരും. ആൾക്കാർ പറയും, സാർ ഞങ്ങളോട് ഹെഡ് ഓഫീസ് ഒന്നും പറഞ്ഞില്ല, ഹെഡ് ഓഫീസിൽ പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞില്ല, ഞങ്ങളുടെ സീനിയേഴ്സും അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് എന്തെന്നാൽ, ഞങ്ങൾ നിങ്ങൾക്ക് മുകളിൽ വളരെയധികം ട്രസ്റ്റ് ചെയ്തു. അത്രയ്ക്ക് ട്രസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഓൾ ദ പ്രോസസ്സസ് ആൻഡ് ഓൾ ദ പോളിസീസ് ഓഫ് മാൻകൈൻഡ് വെന്റ് അവേ ആൻഡ് തിൻ ഹിയർ. പോളിസീസ്, പ്രോസസ്സസ് എല്ലാം ഇല്ലാതായി, കൈവിട്ടുപോയി സീനിയേഴ്സിനുള്ളിൽ. ചിന്തിക്കൂ, ഞാനൊരു എക്സാമ്പിൾ തരാം, ചെറിയ എക്സാമ്പിൾസ് തരാം. നെഗറ്റീവ് ഗ്രോത്ത് വന്നാൽ അപ്പോൾ പേഴ്സണൽ ടച്ച് വരും. സാരമില്ല, ഈ പയ്യൻ നന്നായി ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നുണ്ട്, സാർ ഇയാൾക്ക് കൊടുത്തോളൂ, ഇൻസെന്റീവ് കൊടുത്തോളൂ. സാർ ഇയാൾക്ക് നെഗറ്റീവ് ഗ്രോത്ത് ആണ്, ഇതാണ് പ്രോബ്ലം, ഇയാൾക്ക് മെഡൽ കൊടുത്തോളൂ. കൊടുത്തു. എത്ര ആൾക്കാർക്ക് കൊടുത്തു? പേഴ്സണൽ ടച്ച് എത്ര പെർസെന്റ് ആണ് ആൾക്കാരോട് വേണ്ടത്? 10%. 10% personal touch is fine. 90% process should be followed. But what basically we saw, in every place, 40%, 30%, 50% kind of personal touch went. And people started believing that negative growth will kittum incentives. അങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, അപ്പോൾ പെർസെന്റ് ഗ്രോത്ത് ചെയ്യുന്നു ഞാൻ, 20 ചെയ്യുന്നുണ്ട്, 20 എന്തിനാ, 10 കിട്ടുന്നുണ്ടല്ലോ, ഇപ്പോൾ നെഗറ്റീവായ ആൾക്കാർക്കും കിട്ടുമ്പോൾ എനിക്കും കിട്ടുമല്ലോ. അത് ശരിക്കും കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. സെയിം തിങ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ട്രിപ്സ്,
ഇപ്പോൾ നെഗറ്റീവായ ആൾക്കാർക്ക് കിട്ടുമ്പോൾ സിംഗിൾ ഡിജിറ്റായ ആൾക്കാർക്ക് എന്തുകൊണ്ട് കിട്ടില്ല? എല്ലാവർക്കും അറിയാം 6% ഗ്രോത്തിന്റെ അർത്ഥം എന്തെന്നാൽ യൂണിറ്റ് ബൈ 0 ഗ്രോത്ത്. അപ്പോൾ പ്രൈസ് വർദ്ധിക്കുന്നു, പുതിയ പ്രോഡക്റ്റ് വരുന്നു, അപ്പോൾ കിട്ടാൻ പാടില്ല. അപ്പോൾ പ്രോബ്ലം എന്താണ്? അത്രയ്ക്ക് പേഴ്സണൽ ടച്ചായി പറയേണ്ട കാര്യമില്ല. ZHOയുടെ കേസിനുള്ളിൽ ഇൻ സം ഓഫ് ദ കേസസ്, ഡൈബ്രബൂണിന്റെ എക്സാമ്പിൾ തരാൻ ഞാൻ നിങ്ങൾക്ക്. 40% 60% സെയിൽസ് വാസ് കമ്മിങ് ഓൺലി ബിക്കോസ് ഓഫ് ZHO. ആഹാ, അത്രയ്ക്ക് പേഴ്സണൽ ടച്ചോ? പേഴ്സണൽ ടച്ചിന്റെ ഈ അവസ്ഥയാണ് ഈ 3 ദിവസത്തിന് ശേഷം DCR ലോക്ക് ആകുന്നു. തുറക്കൂ, ഒരു തവണ തുറക്കൂ, രണ്ടാമതും തുറന്നു, മൂന്നാമതും തുറന്നു. ആൻഡ് ദെയർ ടീം എ ടൈം ആ ഡിസിപ്ലിനെ ഇല്ലാതായി. സോ നൗ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഈ പേഴ്സണൽ ടച്ച് നിലനിൽക്കും 10%, അതിനു മുകളിൽ ഉണ്ടായിരിക്കില്ല. അഥവാ ഇതിനു മുകളിൽ പേഴ്സണൽ ടച്ച് ഉണ്ടായാൽ അപ്പോൾ അതിനൊരു വാല്യൂവേ ഉണ്ടാവില്ല മാൻകൈൻഡിനുള്ളിൽ. പിന്നെ ഇതൊരു പൊതുവിശ്വാസമാണ്. അത്രയ്ക്ക് നിങ്ങളൊരു പേഴ്സണൽ ടച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ പേഴ്സണൽ ടച്ച് അതിൻ്റെ അർത്ഥമാണ് ഏതെങ്കിലും ഒരു പോളിസി അതിൽ ഒരുവിധ പ്രാധാന്യവും ഇല്ലെന്ന്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇൻ ഫ്യൂച്ചർ പേഴ്സണൽ ടച്ച് ഉണ്ടാകും, 10% മുകളിൽ ഉണ്ടായിരിക്കില്ല. പ്രോസസ്സസ് വിൽ ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഐ മീൻ അതുണ്ടായിരിക്കണം പ്രോസസ്സസിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, നിങ്ങൾ എന്ത് ചെയ്തോ അത് തന്നെ ഞങ്ങളും ചെയ്തു. ഞങ്ങൾ അത്രയ്ക്ക് ട്രസ്റ്റ് ചെയ്തു നിങ്ങളുടെ മുകളിൽ. നിങ്ങൾ പറയും പാമ്പക്കറ, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിനെ വളരെ ഇമോഷണൽ റീസൺസ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ്, ആ ആൾക്കാരുടെ മുകളിൽ വിശ്വാസം വെച്ചു. അത്രയ്ക്ക് വിശ്വസിച്ചു, അവർക്ക് കേപ്പബിലിറ്റിയേ ഇല്ലായിരുന്നു. ഇനി ഒരാൾ കേപ്പബിൾ അല്ലെങ്കിൽ അവർ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തുടങ്ങും. നിങ്ങൾ അവരോടേ പറയൂ നിനക്ക് പ്രൊമോഷൻ കിട്ടൂ എന്ന്. നെക്സ്റ്റ് പ്രൊമോഷനും നിനക്ക് കിട്ടും, നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും. വാട്ട് ബേസിക്കലി ഹാപ്പൻസ്? അഥവാ നിങ്ങൾ ആ ആൾക്കാർക്ക് മുകളിൽ വിശ്വാസം വെച്ചു, കേപ്പബിൾ കുറവാണ്, പക്ഷേ ലോയൽ വളരെ അധികമാണ്, ലോയലാണ് വളരെ. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ബിക്കോസ് ദേ ആർ ലെസ് കേപ്പബിൾ. നിങ്ങൾ ലോയൽറ്റി കോഷൻ വർദ്ധിപ്പിച്ചു, ഈ ജോലി ചെയ്യണം, ആ ജോലി ചെയ്യണമെന്ന്. പിന്നെ അയാൾക്കും ഇക്കാര്യം വിശ്വാസമുണ്ട്, നിങ്ങൾ അയാൾക്ക് എഗനിസ്റ്റായി ഒരു ആക്ഷനും എടുക്കില്ലെന്ന്. സോ വാട്ട് ഹാപ്പൻഡ്? മുമ്പേ തന്നെ അയാൾ കുറവ് എഫക്റ്റീവാണ്. പിന്നെ ലോയൽറ്റിയുടെ പിന്നെ നിങ്ങൾക്കൊപ്പമുള്ള ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് അയാൾ മനസ്സിലാക്കി നിങ്ങൾ അയാൾക്ക് എഗനിസ്റ്റ് ആക്ഷൻ എടുക്കില്ലെന്ന്. their effectivity even further went down. അഥവാ എൻ്റെ പക്കൽ 5 എൻ്റെ ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് തന്നെ ചെയ്യിച്ചാലും ഞാൻ അവരുടെ ത്രൂവേ ചെയ്യുകയുള്ളൂ. അവർ എന്നേക്കാൾ 5 മടങ്ങ് കൂടുതൽ പോകും ആ ഏരിയയ്ക്കുള്ളിൽ. പക്ഷേ എന്ത് സംഭവിച്ചു? അഥവാ അവർ കഴിവുള്ളവരല്ലെങ്കിൽ, കേപ്പബിൾ അല്ലെങ്കിൽ, ഞാൻ പറഞ്ഞുവല്ലോ, അയാൾക്കൊരു വ്യത്യാസവും വരില്ല, അയാൾക്കൊരു പേടിയുമില്ല. ബിക്കോസ് ഭയം എന്നത് നോ വെയർ. ഞാൻ എന്ത് തന്നെ ചെയ്താലും എനിക്ക് അഗനിസ്റ്റ് എൻ്റെ സീനിയർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ദാറ്റ് വാസ് ബേസിക്കലി എ തോട്ട്. ആ ഇടപാടിനുള്ളിൽ ഒന്ന് ഇഫക്റ്റീവ് കുറവാണ്, നിങ്ങളുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ്, അവരോടൊപ്പം അവർക്ക് അഗനിസ്റ്റ് ഹാർഷ് ആക്ഷൻ എടുക്കാൻ കഴിയുകയില്ല നിങ്ങൾക്ക്. ആൻഡ് അവർ സ്ലോലി ആൻഡ് ഗ്രാജുവലി ദേ വെന്റ് ഫ്രം ആവറേജ് എഫക്റ്റീവ് ടു ലീസ്റ്റ് എഫക്റ്റീവ് ടു വെരി വെരി പുവർ. അവർ സ്വയമായി ഇംപ്രൂവ് ചെയ്തില്ല, അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു, അവരും മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്തു. ആൻഡ് ഇതിന്റെ വലിയ കൂടുതലായി ഒരു ഇഫക്റ്റ് വന്നത്, അതായത് ക്വാളിറ്റി ഓഫ് പീപ്പിൾ വെന്റ് ഡൗൺ ലൈക്ക് എനിത്തിങ്. ഇന്നത്തെ സമയത്ത് നിങ്ങൾ നോക്കിയാൽ, ഞാൻ പറയാം സീനിയേഴ്സിനോട്, നിങ്ങൾ വരൂ, പുതിയ പ്രൊഡക്റ്റ് ആണ്, ഇതേക്കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഡോക്ടർക്ക് മുന്നിൽ സംസാരിച്ച് കാണിക്കൂ. ഷോ ദ ഡെമോൺസ്ട്രേഷൻ. ഐ ക്യാൻ ടെൽ യു സർ, ഔട്ട് ഓഫ് 100 50 വിൽ ഫെയിൽ. എന്തുകൊണ്ട് അങ്ങനെ പറ്റി? ആർക്കാണ് ഇതേക്കുറിച്ച് ചിന്ത? ആരാണ് ചോദിക്കുക? ബട്ട് ഗോയിങ് ഫോർവേഡ് ദിസ് നോട്ട് ഹാപ്പൻ സർ. എങ്ങനെയാണോ നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ എന്ത് ചെയ്തു? യു ആർ ഡിസ്മാൻറ്റിൽഡ് ഇൻ ദ വേൾഡ് ഫോർ 2 റീസൺസ്. എടുത്തു കളഞ്ഞു. അയാൾ ഇൻഇഫക്റ്റീവ് ആണ്, അയാൾ കറപ്റ്റ് ആണ്. നെക്സ്റ്റ് ടൈം, അതായത് നമ്മുടെ അടുത്ത ജോലി എന്നത് ആൾക്കാരെ വിളിച്ചു വരുത്തി ചെക്ക് ചെയ്യും. അവരെങ്ങനെയാണ് ഡോക്ടറുടെ ചേംബറിലുള്ള കൺവെർസേഷൻ, അവർക്ക് നോളജ് ഉണ്ടോ, അവർ ചെയ്യുന്നുണ്ടോ? ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഗോയിങ് ഫോർവേഡ് ഇൻ ഫ്യൂച്ചർ, ഇഫ് മാൻകൈൻഡ് ഹാസ് ബീൻ റീഗ്രോ, ഇക്കാര്യങ്ങളിലാണ് പ്രവർത്തിക്കേണ്ടത്. നമ്പർ 1, അവർ പീപ്പിൾ ആർ വെരി വെരി എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. അവരുടെ മാനേജ്മെന്റ് സ്കിൽസ് വളരെ അത്ഭുതകരമാണ്, മാർക്കറ്റിംഗ് സ്കിൽസ് അവർക്ക് മികച്ചതാണ്. നമ്മുടെ പ്രോഡക്ട്സ് വളരെ നല്ലതാണ്, അത് നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എത്ര തന്നെ അപ്ഗ്രേഡ് ചെയ്താലും നിങ്ങൾ അതുവരെയും അപ്ഗ്രേഡ് ആകുകയില്ല. എന്ന് മുതൽ ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നു അന്നുവരെ. ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അപ്പോഴേ വരൂ. ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടാകണം. അഥവാ ഞാൻ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ കമ്പനി എന്നെ കാണും, പിന്നെ എൻ്റെ അഗനിസ്റ്റ് ആക്ഷൻ എടുക്കുമെന്ന്.
Please understand, this is going to happen. So please start upgrading yourself. അങ്ങനെയല്ല നിങ്ങൾ വെറും സിമ്പിളായി ജോലി ചെയ്യുന്നു, നിങ്ങളൊട്ടും ഇംപ്രൂവ് ചെയ്യുന്നില്ല, ആൻഡ് യു ക്യാൻ സർവൈവ് ഇൻ മാൻകൈൻഡ്. നോ സർ, ദിസ് മച്ച് വിൽ ഹാപ്പൻ. ആൻഡ് ഐ എം ടോക്കിംഗ് ഫോർ വാട്ട്? നിങ്ങളുടെ മികച്ച ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളോട് ഞാൻ മധുരമായി സംസാരിക്കണോ? ആൻഡ് ടുമോറോ ദ ടഫ് ടൈം കംസ്, യു ലൂസ് യുവർ ജോബ്. ഇത് നല്ലതാണോ? അതോ ഇതാണോ നല്ലത്? ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ടഫായിട്ട്, സോ ദാറ്റ് ടഫ് ടൈം വന്നാൽ ടൈംസിൽ കൂടുതൽ ടഫാകണോ? പിന്നെ നിങ്ങൾ ആ ടഫ് ടൈമിലും പ്രോഗ്രസ് ചെയ്യണം. സോ ഐ വിൽ ഓൾവേസ് ചൂസ് ദ സെക്കൻഡ് പാർട്ട്. ഞാൻ ആദ്യം മുതൽക്കേ അങ്ങനെയാണ്. സോ ഇൻ ഫ്യൂച്ചർ ഈസ് ഫൈൻഡ് ദാറ്റ് വി ആർ വെരി കറേജിയസ് ടേക്കിംഗ് ആക്ഷൻസ് അഗൈൻസ്റ്റ് ഇൻഎഫക്റ്റീവ് ആൻഡ് കറപ്റ്റ് പീപ്പിൾ. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അങ്ങനെ നിങ്ങളുടെ ജൂനിയേഴ്സും ചെയ്യും. ഞാൻ എപ്പോഴും ഐ വാസ് സൂപ്പർ സിമ്പത്തിക് ഫോർ മെഡിക്കൽ റെപ്പ്. സോ ദാറ്റ് അടിക്കടി ഞാൻ പറയുന്നു, മെഡിക്കൽ റെപ്പ് എന്ത് ചെയ്യുന്നുവോ അവരുടെ മാനേജേഴ്സ് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ റെപ്സിനെ കുറിച്ച് ഒന്നും പറയില്ല. പക്ഷേ ആ ആൾക്കാർ എല്ലാത്തിനും ശേഷം, ഈ മെഡിക്കൽ റെപ്സ് അവർക്കും ശേഷം സ്വയം ചേഞ്ച് ആയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ എന്താകുമെന്ന്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സീനിയേഴ്സിന് അഗനിസ്റ്റ് ആക്ഷൻ നടക്കുന്നു. ഇതൊരു എക്സാമ്പിളായി നടക്കുകയാണ്. സീനിയേഴ്സിന് അഗനിസ്റ്റ് ആക്ഷൻ നടന്നേക്കാം. നിങ്ങൾ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അഗനിസ്റ്റ് ഉണ്ടാകും സുഹൃത്തെ. ഒരു ലിമിറ്റഡ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഓഫ് അവർ കമ്പനി. ഇഫ് യു ആർ പ്രോഗ്രസീവ്, അപ്ഗ്രേഡിംഗ്, futuristic personality, right? This is a great company. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. In the end, let me end my video with one story. This is a story of a person who bought a elephant. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾക്കൊരു ആനയുണ്ടായിരുന്നു. And this elephant was very very good. അയാൾ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ എപ്പോൾ മുതൽ ഈ എലിഫന്റിനെ വാങ്ങിയോ അപ്പോൾ മുതൽ എൻ്റെ ലൈഫ് ഈസ് സോർട്ടഡ്. എൻ്റെ കുട്ടികൾ വളരെ സന്തോഷിക്കുന്നു. ആ ആനയുടെ മുകളിൽ കയറുന്നു, കളിക്കുന്നു, സന്തോഷിക്കുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ആ എലിഫന്റ് വന്നതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ലോണ്, അവിടെ പുല്ല് ചെത്തുവാനായി തോട്ടക്കാരൻ്റെ ആവശ്യവുമില്ല. മരം മുറിക്കാനോ മരം ഫ്ലിപ്പിംഗ് ചെയ്യുന്നതിനായോ അതിൻ്റെയും ആവശ്യം വരുന്നില്ല. അത് ചെയ്തോളും. എൻ്റെ പോപ്പുലാരിറ്റിയും എൻ്റെ ഏരിയയിൽ അത്രയധികം വർദ്ധിച്ചു. എല്ലാവർക്കും അറിയാം എനിക്ക് ആനയുണ്ട് എന്ന്. വല്ലപ്പോഴും എനിക്ക് അതിഥികൾ വന്നാൽ ആനപ്പുറത്തൊന്ന് കയറ്റാമോ എന്ന് ഞാൻ അതും ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ആന വന്നതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു എന്നറിയാമോ? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, എടോ ഈ ആനയെ എനിക്ക് തന്നേക്ക്, എനിക്ക് വിൽക്കൂ, ഞാൻ വാങ്ങാം. അയാൾ പറഞ്ഞു 20 ലക്ഷം തരാമെന്ന്. അയാൾ പറഞ്ഞു ഈ ആനയെന്ന് പറയുന്നത് എൻ്റെ കുട്ടികളെ പോലെയാണെന്ന്, ഞാനത് വിൽക്കില്ല. അയാൾ എന്നും പറയും, എടോ എൻ്റെ കുട്ടികൾക്ക് ഇത് വളരെ അത്യാവശ്യമാണെന്ന്, താൻ എനിക്ക് തരൂ, ഞാൻ 30 ലക്ഷം തരാം. താൻ 10 ലക്ഷത്തിനല്ലേ ഈ ആനയെ വാങ്ങിയത്? അയാൾ പറഞ്ഞു, സാരമില്ല, താൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, ആനയെ കൊണ്ടുവയ്ക്കൂ. അയാൾ 30 ലക്ഷം വാങ്ങിയിട്ട് ആനയെ വിറ്റു. കുറച്ച് ദിവസം കഴിഞ്ഞ് 2 സുഹൃത്തുക്കളും വീണ്ടും കണ്ടു. ആനയെ വാങ്ങിയാൽ പറഞ്ഞു, താൻ എനിക്ക് എന്ത് ആനയാടോ തന്നത്? അതെൻ്റെ ജീവിതം നശിപ്പിച്ചു. അയൽക്കാർ വരുന്നവരൊക്കെ ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. എൻ്റെ കുട്ടികൾ കരയുകയാണ് അവിടെ. എൻ്റെ മുറ്റം മുഴുവൻ നശിപ്പിച്ചു, എൻ്റെ മരമെല്ലാം പിഴുതു കളഞ്ഞു. ആ സെയിം ആന വന്നപ്പോൾ ഇയാളുടെ ജീവിതം തകർന്നു. ആദ്യത്തെ സുഹൃത്ത് ആനയെ വിറ്റ ആള് മറ്റേ സുഹൃത്തിനോട് പറഞ്ഞു, ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിനക്ക് ഈ ആനയെ വിൽക്കാൻ കഴിയില്ല. സോ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ബേസിക്കലി വാട്ട്? എന്താണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതാണ് മുന്നോട്ട് പാസ് ഓൺ ആകുന്നത്. സോ ഓൾ ഓഫ് യു ജസ്റ്റ് കീപ് ഓൺ റിമെമ്പറിങ്, ഈ ഹാർഷ് ആക്ഷൻ എടുക്കും, ഈ ഹാർഷ് ആക്ഷൻ എടുക്കും, അത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഏതൊക്കെ ആക്ഷൻസ് എടുത്തോ അതെല്ലാം നേരെ ആയിട്ടുമുണ്ട്. And I tell you honestly, those people are extremely happy. So I wish you amazing year ahead. നിങ്ങൾ അത്ഭുതകരമായ ഇൻസെന്റീവ് നേടൂ, അഥവാ നിങ്ങൾ ഗ്രോത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾ മികച്ച മെഡലുകൾ നേടൂ. നിങ്ങൾ ഗ്രോത്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട്സ് will count a lot, along with 75% of activities, 25% people, 25% processes, 25% products and 25% results. Have an amazing attitude. All the best. Good luck. Take care. Bye bye. See you.